ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ച. ഇന്ന് നമ്മുടെ ക്വിസ് നടക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്വിസ് മാസ്റ്റർ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാജലക്ഷ്മി അക്കയാണ്. രാജലക്ഷ്മി അക്ക ഒട്ടും മോശമല്ല. എല്ലാ കാര്യങ്ങളും രാമായണത്തെ മുഴുവൻ അറിയാം. നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. നമുക്ക് രാജലക്ഷ്മി അക്കയെ ക്യുസിനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കാം. ഹരി ഓം അക്ക, രാജലക്ഷ്മി അക്ക, അതുപോലെ എല്ലാ യോഗബന്ധുക്കളെയും സാദരം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അയോധ്യാകാന്ഡത്തിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ പ്രാവശ്യം നമുക്ക് ആരണ്യകാന്ഡത്തിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് കഴിഞ്ഞ് കിഷ്കിന്ധാകാന്ഡത്തിലേക്കും സുന്ദരാകാന്ഡത്തിലേക്കും കടക്കാം. എല്ലാരും തയ്യാറാണല്ലോ അല്ലെ? ഹരിയോ 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 എല്ലാവരും തയ്യാറാണോ? എല്ലാരും തയ്യാറാണ്. അപ്പൊ ആദ്യം തന്നെ ചോദിക്കാം, പഞ്ചവടി ഏത് നദീതീരത്താണ്? സരയൂ നദിയുടെ തീരം. അല്ല. സരയൂ അല്ല. അല്ല. ഗോദാവരി. കറക്റ്റ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ദണ്ഡകാരണ്യത്തിൽ ഹരിയോ, പേര് പറഞ്ഞിട്ട് ഉത്തരം പറയണേ പ്ലീസ്. ഇപ്പൊ പറഞ്ഞതാരാ? ഗൗരി ആറക്ക. വെരി ഗുഡ്. ദണ്ഡകാരണ്യത്തിൽ വെച്ച് പച്ചമാംസവും ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറി ശ്രീരാമാദികൾക്ക് നേരെ വന്ന ഇത് ആരാണ്? വാൽമീകി. അല്ല. കദംബനല്ലേ? അല്ല. പറയട്ടെ? പറഞ്ഞോളൂ. അറിയില്ല. വിരാധൻ. വിരാധൻ. ഗന്ധർവൻ. ശരിയാ, വിരാധൻ. വധ്യനല്ലഹം തവ താതനും ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വധ്യനല്ലഹം തവ താതനും ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്യനെന്നറിഞ്ഞാലും നിൻ തിരുവടിക്കു ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ. ഇതാരോട് പറഞ്ഞതാ? വധ്യനല്ലഹം തവ ശ്രീരാമനോട്. കറക്റ്റ്. ഗൗരിദേവി. പിന്നെ മാരീചൻ മരിച്ചു വീഴുമ്പോൾ ആരെ വിളിച്ചാണ് കരഞ്ഞത്? മരീചൻ മരിച്ചു വീഴുമ്പോൾ ആരെ വിളിച്ചാണ് കരഞ്ഞത്? ലക്ഷ്മണനെ വിളിച്ചു. കറക്റ്റ്. കബന്ധ വധത്തിന് ശേഷം രാമൻ ദർശിച്ചത് ആരെയാണ്? മാതംഗമുനി. അല്ല. മതംഗമുനി. അല്ല. ഭരദ്വാജ മുനിയല്ലേ? ശബരിയെ. ശബരി. ഗർഭസ്ഥ ശിശുവിന്റെ ക്രമാനുഗതമായ വളർച്ചയെ പറ്റി രാമായണത്തിൽ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോട് വർണ്ണിക്കുന്നുണ്ട്. ഇത് ഏത് കാണ്ഡത്തിലാണെന്നും ആരോടാണ് ഇത് പറയുന്നതെന്നും പറയണം. ഗർഭസ്ഥ ശിശുവിന്റെ അരണ്യകാണ്ഡത്തിലല്ലേ? അല്ല. ഗർഭസ്ഥ ശിശുവിന്റെ ക്രമാനുഗതമായ വളർച്ചയെ പറ്റി രാമായണത്തിൽ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിനോട് വർണ്ണിക്കുന്നുണ്ട്. സൂര്യകാന്ഡം. കിഷ്കിന്ധാകാന്ഡം. അത് ആരോട് പറയുന്നതാ? മുഖം കാണുന്നില്ലേ? പറയട്ടെ, അത് ആരോട് പറയുന്നെന്ന് അറിയത്തില്ല. നിശാകര താപസൻ സമ്പാദിയോട് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ചോദിച്ചോളൂ. രാമന് ശബരി നൽകിയ ഉപദേശം. രാമേശ്വരം. പറഞ്ഞു. സുഗ്രീവനുമായി സഖ്യം ചേർന്ന് ശ്രീരാമന് മാർഗനിർദ്ദേശം കൊടുക്കുന്നു. സീതയെ വീണ്ടെടുക്കാനായിട്ട് മാർഗനിർദ്ദേശം കൊടുക്കുന്നു ശബരി. അതെ അതെ. ഉഷാമാധവൻ. ശബരിക്ക് ദിവ്യദൃഷ്ടിയുണ്ട്, അതുകൊണ്ട് ഇവരൊക്കെ എവിടെയാന്നൊക്കെ ശബരിക്ക് അറിയാം. പിന്നെ ഇനി ഞാനൊരു ഇത് പറയുക. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്ര കളത്രവും മാതാവ് ഏതുമേലെ ഭേദമില്ലെന്നല്ലോ വേദവാക്യമത് ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി. ഇത് ഏത് കാണ്ഡത്തിൽ ആരാരോട് പറയുന്നു? കിഷ്കിന്ധാകാന്ഡത്തിൽ. കിഷ്കിന്ധാകാന്ഡത്തിൽ ശ്രീരാമൻ ബാലിയോട് പറയുന്നത്. കറക്റ്റ്. പേര് പറഞ്ഞോളൂ. വിമല. വിമല. ജഡായുവിന്റെ സഹോദരൻ. സമ്പാദി. സമ്പാദി. പേര് പറയൂ. ശരിയാ. ജഡായുവിന്റെ ചിറകുകൾ വെട്ടിമാറ്റിയത് ഏത് ആയുധം കൊണ്ടാണ്? വജ്രായുധം. ചന്ദ്രഹാസം. 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 ആരാത്? ഗൗരിയൊക്കെയാണെന്ന് തോന്നുന്നു. ഗൗരിയൊക്കെയാണ്. ശബ്ദം. ഗൗരിയൊക്കെ. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ചെറുതായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ. സുഗ്രീവന്റെ പത്നി. താര. സുഗ്രീവന്റെ അത് ബാലയുടെ അല്ലേ? ബാലിയുടെ ബാലി പത്നിയാ. സുഗ്രീവന്റെ പത്നിയെ പറയാൻ പറഞ്ഞ് ബാലിയുടെ പത്നിയ താര. സുഗ്രീവന്റെ പത്നി താരയായിട്ടല്ലേ? അപ്പൊ താര ബാലി ഇതായി കൊണ്ടുപോയതല്ലേ? അല്ല, ബാലിയുടെ പത്നിയ താര. അക്ക സുഗ്രീവന്റെ പത്നിയെ യുദ്ധം ചെയ്ത് സുഗ്രീവനെ ഓടിച്ചിട്ട് താരയെ സ്വന്തമാക്കിയതല്ലേ? അങ്ങനല്ലേ താര അല്ല, സുഗ്രീവന്റെ പത്നി അല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗോപകുമാരനും കൂടി പറഞ്ഞപ്പോ തെറ്റിച്ചിട്ട് പറഞ്ഞത് അവിടെ ബാലിയുടെ പത്നിയ താരയെന്ന് രാവിലെ. അറിയില്ല. രുമ. 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 സംശയം ഉണ്ടോ? രുമയാ. അതിനകത്തുണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യത്തോടെ പറയും. പറഞ്ഞോളൂ. ഒരു സംശയമില്ല. ആരെ കൊണ്ടുപോയത് അതൊരു ഭാര്യ, അത് സുഗ്രീവന്റെ ഭാര്യയായിരുന്നു എന്നാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. അത് ബാലി യുദ്ധത്തിൽ കൊണ്ടുപോയതാ. സുഗ്രീവനെ ഓടിച്ചിട്ട് താരയെ സ്വന്തമാക്കിയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സുഗ്രീവനൊരു ഭാര്യ ഇങ്ങനെ പേര് ഉണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. ഹരിയോ. അങ്ങനെ ഇന്ദിര അല്ലെ കൃഷ്ണ എന്തുവാ ജയശ്രീ ഗിരിജ രാജേന്ദ്രയ്ക്ക് എല്ലാം നന്നായിട്ട് അറിയായിരിക്കും. ഒക്കെ പറഞ്ഞേക്കാം. ഹരിയോം. അത് ബാലിയുടെ പത്നി താര, സുഗ്രീവന്റെ പത്നി രുമ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലി രുമയെ, അതായത് അനുജന്റെ ഭാര്യയായിരിക്കുന്ന രുമയെ സ്വീകരിച്ചു. കുറച്ചു നാളിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. അതാണ് ശ്രീരാമദേവൻ പ്രത്യേകമായി ചോദിക്കുന്നത്. സഹോദര പത്നിയെ സ്വന്തമാക്കിയത് തെറ്റ്. കാരണങ്ങൾ അതിൽ ഒരു കാരണം അതാണ്. അപ്പം അതാണ് കാര്യം. സഹോദര ഭാര്യയെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ രുമയെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരുന്ന ബാലി. താരയെ സ്വന്തമാക്കിയിട്ടില്ല സുഗ്രീവൻ. പിന്നീട് അവര് പറഞ്ഞ് അങ്ങനെ ചെയ്ത്. എന്നാലും താര ഒരു എന്താ പറയാ, ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ചു പോവുക ചെയ്തത്. ഹരി. ബാലികേറ മലയെന്ന് അറിയപ്പെടുന്ന പർവ്വതം. പറഞ്ഞു. ഋഷ്യമുഖ ജലം. മുഴുവൻ പറഞ്ഞു.
വിമലാക്കല്ലേ ആദ്യം പറഞ്ഞത്? അതെ, ശബ്ദമില്ലേ അക്ക? ആ കേട്ടു. ഗൗരിയൊക്കെയും പറഞ്ഞു. അംഗദന്റെ മാതാവ് ആര്, പിതാവ് ആര്? താരയും ബാലിയും. ബാലിയും താരയും അല്ലേ അക്ക? Correct. ഹനുമാൻ സമുദ്രം കടന്ന് ലങ്കയിൽ എത്തുവാൻ ഏതു പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ് ചാടിയത്? എത്ര യോജന ദൂരം ഉണ്ടായിരുന്നു? 100 യോജന. വിന്ധ്യപർവ്വതമല്ലേ അക്ക? അല്ല, അതിനാകാണോ അപ്പൊ? അല്ല. 100 യോജനയെന്നറിയാം, ഏത് പർവ്വതാന്നറിയാം. പറഞ്ഞേക്കട്ടെ. മഹേന്ദ്രയാണോ? ആരാ പറഞ്ഞു? സുമേരു ആരാ പറഞ്ഞു? മഹേന്ദ്രയാണോ? മഹേന്ദ്ര. ആരാ മഹേന്ദ്ര പറഞ്ഞു? പർവ്വതം. സുഷമാക്ക പറഞ്ഞു. സുഷമാക്ക. ലങ്ക സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതത്തിന്റെ മുകളിലാണ്? ത്രികൂടാചനം. ത്രികൂടാചനം. ആരാ പറഞ്ഞത്? സ്നേന. യെസ്. ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തിയ രാക്ഷസി? സിംഹിക. പറഞ്ഞത് പേരും കൂടി ചേർത്ത് പറഞ്ഞോളൂ. ആ. കാക്കയുടെ രൂപത്തിൽ സീതയെ വന്ന് ഉപദ്രവിച്ചത് ആരാണ്? ദേവേന്ദ്രൻ. ദേവേന്ദ്രൻ. അല്ല, അല്ല. ജയന്തൻ. ഹനുമാൻ ആദ്യം വധിച്ച രാവണപുത്രൻ? അക്ഷയകുമാർ. കറക്റ്റ്. വിമല. ഈ ദേവന്മാര് രണ്ടുപേരും ഒന്നിച്ചുത്തരം പറഞ്ഞു. വിമലാക്കയും ഗൗരിക്കയും ഒന്നിച്ചു പറഞ്ഞു ഒരേ സമയം. പറഞ്ഞോളൂ. ദേവന്മാര് ഹനുമാന്റെ ബലത്തിന്റെ കഴിവറിയാൻ വേണ്ടിട്ട് ആരെ അയച്ചത്? ഒരു നാഗമാതാവാ, അവരുടെ പേര് എന്തുവാ? സുരസ. കറക്റ്റ്. ആരാ പറഞ്ഞേ? വിമലാക്കയാ? പച്ചലാക്ക. വെരി ഗുഡ്. സുഗ്രീവന്റെ രാജ്യാഭിഷേകം നടത്തിയത് ആരാണ്? ലക്ഷ്മണൻ. അതെന്താ ശ്രീരാമൻ നടത്താഞ്ഞ എന്താ? ശ്രീരാമൻ പോയില്ല. കാരണം അറിയില്ല. ഒന്നും പുണ്യകാര്യം ഒന്നും ചെയ്യാൻ പാടില്ലാന്ന് തോന്നുന്നു. 14 കൊല്ലം. കറക്റ്റ്. 14 വർഷം വനവാസത്തിൽ തന്നെ ഇരിക്കണോന്ന് പറഞ്ഞു. അത് കാരണം ശ്രീരാമൻ ഇങ്ങോട്ട് വന്ന് ചെയ്യാനത്. പിന്നെ ബാലിയെ വധിക്കാൻ ശ്രീരാമൻ ഉപയോഗിച്ച അസ്ത്രം? അറിയില്ല. മഹേന്ദ്രം. ഈ ഹനുമാന് സ്വന്തമായിട്ട് ഭയങ്കര ബലമാണെങ്കിൽ ഹനുമാൻ ആരെങ്കിലും അത് ഓർമ്മിപ്പിച്ചാൽ മാത്രം ഓർമ്മ വരുവുള്ളൂ. എനിക്ക് ബലമുണ്ടെന്ന് ഹനുമാൻ സ്വന്തം ഓർമ്മ വരണമെങ്കിൽ ആരെങ്കിലും പറയണം. അങ്ങനെ സീതാന്വേഷണ സമയത്ത് ഹനുമാന്റെ ശക്തിയെ ഉദ്ബോധിപ്പിക്കുന്ന ആരാ? ആരാ പറഞ്ഞത്? ഞാനാണ്. വത്സല. വെരി ഗുഡ്. ജാമ്പവാന്റെ അച്ഛൻ? ആരാത്? സീതയ്ക്ക് കൊടുക്കാൻ രാമൻ ഹനുമാനെ ഏൽപ്പിച്ചത് എന്തായിരുന്നു? അങ്കുലിയ. ഹനുമാൻ ആരുടെ രൂപത്തിലാണ് രാമലക്ഷ്മണന്മാരെ സമീപിച്ചത്? വടുവിന്റെ രൂപത്തിൽ.
ഈ വർഷകാലം കഴിയുന്നത് വരെ ശ്രീരാമൻ എവിടെയായിരുന്നു 4 വർഷം താമസിച്ചിരുന്നത്? വിഷ്ണുമുഖ ജലത്തിൽ തന്നെ. അല്ല, പ്രവർഷണ പർവ്വതം. പിന്നെ ഈ ശ്രീരാമൻ ഇവര് സഖ്യമൊക്കെ ചെയ്തു കഴിഞ്ഞ് സുഗ്രീവനോടെ സുഖിച്ചു വാണുകൊണ്ടിരിക്കുവായിരുന്നില്ലായിരുന്നു. അപ്പൊ ഇവർക്ക് ദേഷ്യം വരുമല്ലോ. അപ്പൊ ശ്രീരാമന്റെ ദൗത്യവുമായി ദേഷ്യത്തോടെ സുഗ്രീവ സന്നിധിയിൽ ലക്ഷ്മണൻ പോയായിരുന്നു. അപ്പൊ ആരാ ലക്ഷ്മണനോട് ആദ്യം ഈ സന്ധി സംഭാഷണം ചെയ്തത്? അംഗദനാണ്. അംഗദനോ താരയാണ്? ഇല്ല, അംഗദൻ ആദ്യം. അംഗദൻ. ശ്രീരാമൻ അല്ല, സീതാദേവി എവിടെ വസിക്കുന്ന സമ്പാതി രാമനോട് പറഞ്ഞത്? ദക്ഷിണേ തീരെ. ശ്രീരാമൻ കട്ടുകൊണ്ട് പോയി എവിടെ കൊണ്ട് താമസിച്ചത്? മരത്തിന്റെ പറഞ്ഞതാരാ? ഗൗരി. ഗൗരി നാരായണ പറഞ്ഞത്. ഹനുമാന് ദേവന്മാരിൽ നിന്ന് ലഭിച്ച വരം? ചിരഞ്ജീവി. വെരി ഗുഡ്. കറക്റ്റ്. ഉദിച്ചുയർന്ന സൂര്യനെ കണ്ട്. അതെ അതെ. ഉദിച്ചുയർന്ന സൂര്യനെ കണ്ട് എന്താണെന്ന് കരുതിയാണ് ഹനുമാൻ ചാടിയത്? പഴം 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 പഴം. ശ്രീരാമന്റെ ദൗത്യവുമായി ലങ്കയിലേക്ക് പോയ ഹനുമാന്റെ പേര്, ലഭിച്ച പേര്? ശ്രീരാമന്റെ ദൗത്യവുമായി രാമദൂതൻ. രാമദൂതൻ. കറക്റ്റ് കറക്റ്റ്. പിന്നെ മൈനാകം ആരുടെ വേഷത്തിലായിരുന്നു ഹനുമാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് സ്വാഗതം ചെയ്തത്? സുമേരു പർവ്വതം. പർവ്വതത്തിന്റെ അത് ആരുടെ മൈനാകം അത് ആരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്? ലക്ഷ്മി ദേവി അല്ലേ മക്ക? അല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ പറയുന്നു. അതെ, അങ്ങനെയാ നമ്മൾ മനുഷ്യന്റെ രൂപത്തിൽ. ഹനുമാൻ ലങ്കാദ്വാരത്തിൽ പ്രവേശിച്ചപ്പോൾ ഹനുമാനോട് എതിരിട്ടതാര? ആദ്യമായിട്ട് ലങ്കാലക്ഷ്മി. ലങ്കാലക്ഷ്മി ആദ്യം. സകരപുത്രന്മാർ വളർത്തിയത് കാരണം സമുദ്രത്തിന് ലഭിച്ച പേര്? സാഗരം. പിന്നെ സ്വയംപ്രഭ ആരുടെ തോഴിയായിരുന്നു? ഹേമ. ഹേമയുടെ അച്ഛനാരായിരുന്നു? പറയട്ടെ? വിശ്വകർമാവിന്റെ. വിശ്വകർമാവ്. മൈന ആകെ ആരുടെ പുത്രനായിരുന്നു? വിശ്വകർമാവിന്റെ. വിശ്വകർമാവിന്റെ പറഞ്ഞല്ലോ. അല്ല, മൈനാകം ആരുടെ? വിശ്വകർമാവിന്റെ മകള് ഹേമ. മൈനാകം ആരുടെ പുത്രനായിരുന്നു? അറിയത്തൊന്നും ഇല്ലായിരുന്നേ. ഞാനത് അങ്ങനെ കണ്ടപ്പോ എടുത്ത് വായിച്ചു നോക്കിയപ്പോ അതിനകത്ത് രാമായണത്തിന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയില്ല. ഹിമവാന്റെ. പിന്നെ അത് ഞാൻ ചോദിച്ചു. രാമന് കൊടുക്കാനായി സീത ഹനുമാനെ ഏൽപ്പിച്ചത് രാമന് കൊടുക്കാനായി രാവണന്റെ മാതാവ്
രാവണന്റെ കൈകസി രാവണൻ. കൈകസി കറക്റ്റ് കറക്റ്റ്. രാവണ സന്നിധിയിൽ ഹനുമാനെ ചോദ്യം ചെയ്തത്. രാവണന്റെ മന്ത്രി, പേരറിയില്ല. അതെ. പ്രഹസ്തന്. പ്രഹസൻ. പിന്നെ ദൂതനെ കൊല്ലുന്നത് മര്യാദയല്ലെന്ന് രാവണനോട് പറഞ്ഞത് ആര്? വിഭീഷണൻ. വിഭീഷണൻ. സീതയോട് സൗമ്യമായി പെരുമാറിയ രാക്ഷസി ഏത്? കറക്റ്റ്. പിന്നെ ഹനുമാൻ അദ്ദേഹത്തിന്റെ ദേഹം എത്രത്തോളം ചെറുതായിട്ടായിരുന്നു ലങ്കയിൽ കടക്കാൻ വേണ്ടിട്ട് എത്രത്തോളം ചെറുതായിട്ടാണ് കിടന്നത്? മൂക്കിന്റെ ഉള്ളിൽ കടുക് അതാരാ പറഞ്ഞു? അശോകവനത്തിൽ സീതയ്ക്ക് കാവലിരുന്നത് ആരായിരുന്നു? ലക്ഷ്മണൻ. രാക്ഷസികൾ, അതാരാ പറഞ്ഞ? രാക്ഷസി. വിമല. പിന്നെ Correct സീതാദേവി ആക്കാര്? അതെ അതെ. സീതാദേവി കേൾക്കത്ത കാരണം ഹനുമാൻ മരക്കൊമ്പിലിരുന്ന് പറഞ്ഞത് ആരുടെ കഥയായിരുന്നു? രാമന്റെ രാമന്റെ കഥ. രാമലക്ഷ്മണന്മാരുടെ കഥ പറഞ്ഞു. കുടുംബം. ഇപ്പൊ രാമായണത്തിൽ 24,000 ശ്ലോകം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജം അയോധ്യ അടവി വിധി, അതറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അത് ആ ശ്ലോകം ഏറ്റവും പ്രധാനപ്പെട്ടാണെന്ന് അതും അറിയാം. അത് ആരാണ് കണ്ടുപിടിച്ചത് ആ ശ്ലോകം? മനസ്സിലായില്ല. രാമായണത്തിലെ 24,000 ശ്ലോകം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ രാമൻ വനവാസത്തിന് പുറപ്പെടുമ്പോഴത്തേക്ക് സുമിത്ര ലക്ഷ്മണന്റെ ഊർധാവിൽ നുകർന്നുകൊണ്ട് ഒരു ശ്ലോകം പറയത്തില്ലേ? രാമം ദശരഥം വിദ്ധി മാം വിധി ജനകാത്മജം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛഥാത യഥാസുഖം എന്ന് പറയത്തില്ലേ? സുമിത്ര പറയുന്നത്. അതാണ് രാമായണത്തിലെ 24 ശ്ലോകത്തില് 24,000 ശ്ലോകത്തില് ഏറ്റവും ശ്രേഷ്ഠമായെന്ന് വലിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നു. അത് ആ ശ്ലോകം കണ്ടുപിടിച്ചതാര്? അതാണെന്നുള്ളത് അതെ. ഈ വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ പണ്ഡിത സദസ് ഉണ്ടല്ലോ, അതിലൊരാളായിരുന്നു വരദി. ഉത്തരം പറഞ്ഞു ഒരാൾ. ആരാണത് പറഞ്ഞത്? വരരുചി ആണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ആരാണത്? ആരാ? ഗൗരി ദേവിയൊക്കെ ആണോ? ആരാ ചോദിച്ചത്? ആരും മിണ്ടുന്നില്ല. ഒരാൾ ഇവിടെ ചോദിച്ചത് ഞാൻ കേട്ടു. വരരുചി ആണോ എന്നൊരു ചോദ്യം ചോദിച്ചത് കേട്ടു. വിമലയൊക്കെയാണെന്ന് ചോദിച്ചല്ലേ? വിമലൊക്കെയാണോ? അല്ല, ഞാനല്ല. എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല, അതാണ്. ആരാന്ന് ഞാൻ കേട്ടില്ല. ആരാ ചോദിച്ചത്? അത് പറയുന്നില്ല. ഉഷാക്കയാണോ? അല്ല, ഉഷാക്കയുടെ ശബ്ദമല്ല. ആരാ ചോദിച്ചത്? രമാക്കയാണോ ചോദിച്ചത്? ആരാന്ന് മനസ്സിലായില്ല. ഓക്കെ അത് പോയി. ഇപ്പൊ വിമലാക്കയാണ്. അല്ല, സോറി, വരരുചിയാണ്. അതായത് ഈ നാരായണത്പ്രാന്തിന്റെ പറയപറ്റു പന്തിരുകളിൽ നാരായണത്പ്രാന്തിന്റെ കഥ കേട്ടിട്ടില്ലേ? ഞങ്ങളൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ അക്ക നമുക്കിനി അവസാനിപ്പിക്കാം കേട്ടോ. നമുക്കിനി അവസാനിപ്പിക്കാം കേട്ടോ. ശരി. ശ്രീരാമൻ വധിച്ച രാക്ഷസൻ?
ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമേ. പിന്നെ ഇത് രാമായണമായിട്ട് നല്ലോണം ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാ. പിന്നെ അത് രാമായണമായിട്ട് ശരിക്കും ബന്ധപ്പെട്ടതാ. ഒന്ന് നന്നായിട്ട് ചിന്തിച്ചു നോക്കിയാൽ അതിന്റെ ആൻസർ കിട്ടും. ഒന്ന് ഞാൻ പറയട്ടെ. ആൻസർ പറഞ്ഞില്ലല്ലോ. മറ്റേന്റെ ആൻസർ പറഞ്ഞില്ല. മറ്റേന്റെ വരരുചി ഇങ്ങനെ പിന്നെ വിക്രമാദിത്യ മഹാരാജാവ് പറയും രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാന്ന് ചോദിക്കുമ്പോ ഇത് 41 ദിവസത്തിനകം കണ്ടുപിടിച്ചോണ്ട് വരണം, ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞ് വരരുചി വിടും. ഓർമ്മയുണ്ടോ? രണ്ട് പക്ഷികളാണ്. അങ്ങനെ പോയി ഒരു ആരകാലിന്റെ ചോട്ടിൽ അദ്ദേഹം ക്ഷീണിച്ച് 40ാമത്തെ ദിവസം അവിടെ കിടക്കുമ്പോ വനദേവതമാര് അവിടെ മരത്തിന് മേളിൽ 2 വനദേവതമാരുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? താഴെ അന്നേരം 2 വനദേവതമാര് പുറത്തുനിന്നും വന്നു. അപ്പൊ അവര് ചോദിക്കും നിങ്ങൾ എവിടെ പോയിട്ട് വന്നതാ? അന്നേരം ഇവർ പറയും പിന്നെ ഞങ്ങള് ഇവിടെ അടുത്തൊരു പറയുടെ വീട്ടിലൊരു സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട്, ആ കുട്ടിയെ കാണാൻ പോവാന്ന്. അന്നേരം പിന്നെ പറയും പിന്നെ അവര് പ്രസവിക്കുന്ന കുട്ടിയായത് ഈ താഴെ സ്ത്രീ പിന്നെ എന്തുവാ രാമായണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ആ ശ്ലോകം പോലും അറിയാൻ വയ്യാത്ത എന്തോ ഒരു വാക്ക് പറയും, കിടക്കുന്ന ആളായി താഴെ കിടക്കാൻ വിദ്ധിമാം വിദ്ധി എന്ന് പറയും. അത് കേൾക്കുമ്പോ വരരുചിക്ക് മനസ്സിലാവും. അപ്പം വരരുചിയോട് ഓടിപ്പോകും. 40ാമത്തെ ദിവസം രാത്രി തന്നെ ചെന്ന് അങ്ങനെ അദ്ദേഹത്തിനോട് പറയും, വിക്രമാദിത്യ മഹാരാജാവിനോട്. ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അത് രാമായണമായിട്ട് ബന്ധപ്പെട്ടതാ. ഇത് മുഴുവൻ രാമായണമായിട്ട് ബന്ധപ്പെട്ട, പക്ഷെ ഈ കാണ്ഡങ്ങളിലൊന്നും ഉള്ളതല്ല. ചോദിക്കട്ടെ. 5-1 മകൻ 5-1 കടന്ന് 5-1 മകളെ 5-1 മകളെ ആരാഞ്ഞു ഉടൻ 5-1 ഉയർന്നോരു ഗോപുരം 5-1 ചഞ്ചലം കൂടാതെ. കൂടെ പറയണോ? അല്ല, ഇത് കടങ്കഥ പോലത്തെ. 5-1 മകൻ 5-1 മകൻ 5-1 കടന്ന് 5-1 മകളെ ആരാഞ്ഞുടൻ 5-1 ഉയർന്നോരു ഗോപുരം 5-1 ചഞ്ചലം കൂടാതെ. അതാ അത് കണ്ടുപിടിക്കണം. 5-1 മകൻ ആരാ? 5 എന്തൊക്കെ 5 ഉള്ളത് നമ്മുടെ ഇതില്? അല്ല, നിങ്ങൾ ഇതെല്ലാം ചേർത്തത് ഉത്തരം ആ പേരൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് പേര് കിട്ടിയായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇതാരാണെന്നുള്ള പേര് കിട്ടിയായിരുന്നു. അപ്പൊ പിന്നെ ഇച്ചിരി വേഗം മനസ്സിലായി. 5 പറഞ്ഞേ പഞ്ചഭൂതങ്ങളില്ലേ? വായു, അഗ്നി, ജലം, ആകാശം, ഭൂമി. അതാ അത് തന്നെ. കേട്ടില്ല. എന്താ? 5-1 മകൻ. അത് പഞ്ചഭൂതങ്ങളില് 5 പേരിൽ 5-1 മകൻ. ഉത്തരം കേട്ടില്ല. ഹനുമാൻ. ആരാ? ഗൗരിയൊക്കെയാ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാനും ഇങ്ങനെ ഗസ് ചെയ്ത ഹനുമാനെന്ന് കിട്ടി. ക്വസ്റ്റ്യൻ ഒരു രസം ഉണ്ടെന്നോർത്ത് ചോദിച്ചതാ.